ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോൾഡയാണ് കളർ വേൾഡ് പെയിൻറ്റ്സിൽ നിന്ന്. ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റുകളും മറ്റു വിവരങ്ങളും എല്ലാമാണ് ഞങ്ങളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കളർ വേൾഡ് പെയിൻറ്റ്സ് വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിൽ എല്ലാ സ്ഥലത്തും ഫ്രീ ഡെലിവറിയായി നമ്മൾ പെയിൻറ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെയിൻറ്റിൻ്റെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമാണ് എങ്കിൽ നമുക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. രാവിലെ 8 മുതൽ രാത്രി 8 വരെ ഞങ്ങളുടെ 3 ബ്രാഞ്ചസും പ്രവർത്തിക്കുന്നതായിരിക്കും. പെയിൻറ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും പുട്ടി മുതൽ പ്രൈമർ, എമൽഷനുകൾ, വൈറ്റ് സിമെൻറ്റ്, ടെക്സ്ചർ വർക്കുകൾ തുടങ്ങിയ എല്ലാവിധ പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പെയിൻറ്റിൻ്റെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, പെയിൻറ്റിനെക്കുറിച്ച് നോർമലി എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ചുള്ള മറുപടിയും കാര്യങ്ങളും വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും മിതമായ നിരക്കിലാണ് ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ സെയിൽ ചെയ്യുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ്, ബിർള ഓപ്പസ് പെയിൻറ്റ്സ്, ഇൻഡിഗോ പെയിൻറ്റ്സ് തുടങ്ങി മുൻനിര കമ്പനികളുടെ എല്ലാവിധ പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പുട്ടി, ഈ കമ്പനികളുടെ എല്ലാം തന്നെ പുട്ടികളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ടെക്സ്ചർ വർക്ക് ചെയ്യാനുള്ള ടെക്സ്ചർ പുട്ടികൾ, നോർമൽ പുട്ടികൾ, കോയിസ് പുട്ടികൾ തുടങ്ങി നിരവധി പുട്ടികളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് വന്ന് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റുകളെക്കുറിച്ച് സ്പെഷ്യലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇന്ന കമ്പനിയുടെ ഇന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് ചെറിയ വീഡിയോയായി എടുത്ത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഏതിൻ്റെങ്കിലും റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം തന്നെ ഞങ്ങളുടെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേക നമ്പർ ആഡ് ചെയ്യുന്നുണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് ജില്ലക്കാർ കൂടുതലായി കോൺടാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് വയനാട് ജില്ലയിലാണെന്ന്. പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. അപ്പോഴാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവുകയുള്ളൂ. നമ്മൾ വയനാട് ജില്ലയിലാണെന്ന് ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടും തൃശ്ശൂർ, കണ്ണൂർ അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്ന് വിളിച്ചിട്ട് പെയിൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പെയിൻറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സങ്കടവും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. വയനാട് ജില്ലയിലാണ് ഞങ്ങൾ. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ തീർച്ചയായും എല്ലാവരോടും പറയുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വരാറ്. ഏകദേശം പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന പുതിയ പ്രൊഡക്റ്റുകളും പുതിയ എമൽഷനുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്നുണ്ട്, കുറേ കമൻസുകളിലും വന്നിട്ടുണ്ട്, വില കുറഞ്ഞ പെയിൻറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, വില കുറഞ്ഞ പെയിൻറ്റ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുമ്പോൾ കംപ്ലൈൻറ്റുകളാണോ വരിക, അതോ അതിൻ്റെ എന്താണ് അതിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ പറയുകയാണെങ്കിൽ ഡിസ്റ്റമർ ഞാൻ പരിചയപ്പെടുത്തി തന്നപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ പലരും കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഡിസ്റ്റമർ എന്തിനാണ് പെയിൻറ്റ് എന്തായാലും ഓൾറെഡി അടിക്കുന്നതാണ്, എന്തായാലും അതിന് ലേബർ ചാർജ് നമ്മളുടെ എല്ലാ കോസ്റ്റും വരുന്നതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് വില കുറഞ്ഞത് അടിക്കുന്നത്, നല്ല പെയിൻറ്റ് അടിക്കാൻ പറഞ്ഞൂടെ എന്ന്. അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ പൊളിച്ച് കളയാൻ പോകുന്ന ഒരു ഓടിട്ട സാധാ വീട്, നമ്മളൊരു പുതിയ വീട് 2 വർഷം കഴിയുമ്പോൾ പണിയാൻ വിചാരിക്കുന്നുണ്ട്. ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു 6,000-8,000 രൂപയുടെ പെയിൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? എന്തായാലും നമ്മൾ പൊളിക്കുന്ന വീടാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ്, എക്സാമ്പിൾസ് ആട്ടോ പറയുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തു നിന്നാണ് പറയുന്നത്. ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് ഇതല്ലാതെ മറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവാം. എങ്കിലും ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. നമ്മുടെ ഈ പരിസരത്ത് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ എൻക്വയറി എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ആദ്യം അത് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഞാൻ പറയുന്ന അവിടെ ഇവിടെയും മാത്രം കേട്ടിട്ട് അതിന് കുറേ കമൻറ്റുകൾ ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. നമ്മൾ ആ ഡിസ്റ്റമർ കൊണ്ടുപോയിട്ട് പല വീടുകൾക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അവരുദ്ദേശിക്കുന്ന എന്താണ്, ആ വീട്ടുകാർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീട്ടുകാർ വരുമ്പോൾ നമുക്ക് വീട് നീറ്റായിരിക്കണം. ഓൾറെഡി ഞങ്ങൾ ഡിസ്റ്റമർ ആണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഡിസ്റ്റമർ തന്നെ അപ്ലൈ ചെയ്ത് വീട് നല്ല വൃത്തിയാക്കിയിരിക്കാം. അപ്പോൾ വീണ്ടും വരുമ്പോൾ ആ വീട്ടിൽ കുട്ടികളുണ്ടാവാം, മുതിർന്നവരുണ്ടാവാം. അപ്പോൾ അവർ ചിലപ്പോൾ കിച്ചണിലായിരിക്കാം, ഇല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ഭിത്തിയിൽ വരയ്ക്കുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും ചുമരുകൾ ഇങ്ങനെ
പല ഡാമേജുകളും പല രീതിയിൽ ചെളിയും പെൻസിൽ കറകളും ഒക്കെ വരാം. അപ്പം എന്താക്കുന്നു അവർ വീണ്ടും ക്ലീൻ ചെയ്യാനായിട്ട് വീണ്ടും പെയിൻറ്റ് ചെയ്യുന്നു, റീപെയിൻറ്റിങ്. അപ്പം അതിനാണ് ഡിസ്റ്റമർ, വില കുറഞ്ഞ പെയിൻറ്റുകൾ എല്ലാം കൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. അതല്ലാതെ ഏറ്റവും പുതിയൊരു വീടെടുത്ത് ഒരു 2500 സ്ക്വയർ ഫീറ്റ് എടുത്ത വീട് ആരും കൊണ്ട് ഡിസ്റ്റമർ അപ്ലൈ ചെയ്യാറില്ല. അതാണ് കറക്റ്റായ കാര്യം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള വീടുകൾക്ക് പ്രൈമർ അടിച്ച് വൈറ്റ് സിമെൻറ്റ് അടിച്ച് അതിനൊരു മെത്തേഡ് തന്നെയുണ്ട്. പുട്ടിയിടുവാണെങ്കിൽ പുട്ടിയിട്ട വൈറ്റ് സിമെൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് പുട്ടിയിടുന്നവർക്ക് പുട്ടിയിട്ട് അതിനകത്ത് പ്രൈമർ അടിച്ച് തിളക്കമുള്ള എമൽഷനുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ഞാൻ പറയുകയാണ്, ഷീൻ എമൽഷനുകൾ അപ്ലൈ ചെയ്യേണ്ടത് പുട്ടിയിട്ട ചുമരുകളിലാണ്. എങ്കിൽ പുട്ടിയിടാതെ വൈറ്റ് സിമെൻറ്റ് അടിച്ച് പ്രൈമർ അടിച്ച് സാധാ എക്സ്റ്റീരിയർ എമൽഷനുകൾ ഏത് വേണമെങ്കിലും, ഇന്ന കമ്പനിയുടെ എന്നൊന്നുമില്ല, നിങ്ങൾക്ക് റേറ്റിൽ സാറ്റിസ്ഫൈഡ് ആയ നിങ്ങളുടെ പെയിൻറ്റേഴ്സ് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിഞ്ഞ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള, ഇപ്പം ഞങ്ങൾ ബിർള പെയിൻറ്റിൻ്റെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയാണ് വേണ്ടത്, ആ പെയിൻറ്റിൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഏതാണോ അത് അപ്ലൈ ചെയ്യാം. അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, വില കുറഞ്ഞത്, ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് തന്നെ നിയോ ഭാരത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഏറ്റവും പുതിയതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോ ഇന്നലെയോ വന്നതല്ല, കുറച്ചായി വന്ന പ്രൊഡക്റ്റാണ്. അത് ഏറ്റവും റേറ്റ് കുറഞ്ഞതാണ്. എങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും പുതിയതായി ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് തന്നെ റോയൽ ഗ്ലിറ്റ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പുതിയതായി മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഓരോ കമ്പനിയാണ്. അപ്പോൾ റേറ്റുകൾ 9000 ആണെങ്കിൽ ഇതിന് 1500 ആയിരിക്കും. അപ്പം അത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അത് ഉണ്ടാക്കുന്ന രീതിയിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലും എല്ലാം എന്തുണ്ടാവും, അതിൻ്റെ ക്വാണ്ടിറ്റി 20 ആണെങ്കിൽ 20 തന്നെ, പക്ഷേ അതിനകത്ത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ കണ്ടൻറ്റുകളുടെ പല രീതിയിലായിരിക്കും. അപ്പം അതിന് ചിലപ്പം മറ്റേതിന് നല്ല തിളക്കം ഉണ്ടാവും, ഇത് സാധാ തിളക്കമൊന്നും ഉണ്ടാവില്ല. സാധാ പെയിൻ്റ് അടിച്ച വെള്ള കളറിൽ നല്ല ഭിത്തി നല്ല തിളങ്ങി വെള്ള കളറിലിരിക്കും. അത് ഓരോ പെയിൻറ്റുകളും നമ്മൾ അപ്ലൈ ചെയ്തവർക്കാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതല്ലാതെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇനി ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. രണ്ടും നമ്മൾ കൃത്യമായി കാണുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. അതുപോലെ വില കുറഞ്ഞ പെയിൻറ്റുകൾ അടിച്ചു എന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. നിങ്ങൾക്ക് വില കുറഞ്ഞതാണ് അടിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ വില കുറഞ്ഞത് അടിച്ചാൽ മതി. ഇല്ല, നിങ്ങൾക്ക് അതിന് തൊട്ട് മേലെയുള്ള റേഞ്ചിൽ, മീഡിയം റേഞ്ചിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഷോപ്പിൽ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് വീടുകൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഇതൊന്നും അടിച്ചതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ 6000-ൻ്റെ അടിച്ചിട്ട് ചിലപ്പം കംപ്ലൈൻറ്റ് വരാം, പക്ഷേ 1500-ൻ്റെ അടിച്ചതുകൊണ്ട് ചിലപ്പോൾ കംപ്ലൈൻറ്റ് വന്നുകൊള്ളണമെന്നില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് വില കുറഞ്ഞത് മോശമെന്നും വില കൂടിയത് നല്ലതെന്നും എന്നൊന്നുമില്ല. ഓരോ രീതിക്കനുസരിച്ച് വരുമ്പോൾ അതിൻ്റേതായ പ്രൊഡക്റ്റുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. അൾട്ടിമ പ്രൊട്ടക്റ്റ് അത്രയധികം പരസ്യവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ഏഷ്യൻ പെയിൻറ്റ്സ് അൾട്ടിമ പ്രൊട്ടക്റ്റ് അടിക്കുന്നത്. അതിന് പൂപ്പൽ വരില്ല, പായൽ വരില്ല, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ 10 വർഷം വാറണ്ടി. ഇപ്പോൾ നമ്മൾ ഈ സാധാ പെയിൻറ്റ് എടുക്കുമ്പോൾ അതിന് 1 വർഷം പോലും വാറണ്ടി ഇല്ല. ചില പ്രൊഡക്റ്റുകൾക്ക് കമ്പനി തന്നെ 1-2 വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്നു, 1 വർഷം വാറണ്ടി കൊടുക്കുന്നു. ഇതിന് യാതൊരുവിധ വാറണ്ടിയുമില്ല. നമ്മൾക്ക് സാധാ അടിക്കാം. 1 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും നല്ലോണം ക്ലീൻ ചെയ്ത് വീണ്ടും അടിക്കാം. അത്രമാത്രം. നമ്മൾ വീട് നീറ്റായിട്ടാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് വില കുറഞ്ഞ സാധാ വീടുകൾക്ക് വേണ്ടിയാണ് വില കുറഞ്ഞ പെയിൻറ്റുകൾ കൊണ്ടുവരുന്നത്. അതുപോലെ സ്കൂളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രൈമറാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. എമൽഷൻ വില കുറഞ്ഞത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിയിട്ട് നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു പ്രൊഡക്റ്റുകളും മോശമായി കൊള്ളണമെന്നില്ല. എല്ലാ പ്രൊഡക്റ്റുകളും കമ്പനി തന്നെ ഉണ്ടാക്കി അവർ തന്നെയാണ് നമുക്ക് തരുന്നത്. നമ്മളത് കസ്റ്റമേഴ്സിന് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് സെയിൽ ചെയ്യുന്നു എന്ന് മാത്രമാണ് എല്ലാ പെയിൻറ്റ് ഷോപ്പുകാർ ചെയ്യുന്നത്. അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത്. അത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. വില കുറഞ്ഞ പെയിൻറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ വില കൂടിയ പെയിൻറ്റുകൾക്ക് കിട്ടുന്നത്ര ഏരിയ കവറിങ് ഒക്കെ ഉണ്ടാവണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ആ പെയിൻറ്റിന് എത്രയാണോ ഏരിയയും കവറിങ്ങും ഉള്ളത് അത്ര മാത്രമേ അതിന് കിട്ടുകയുള്ളൂ. ഒരുപാട് മുൻനിര പെയിൻറ്റുകൾക്ക് കിട്ടുന്നത്ര കിട്ടുകയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. പുതിയ അറിവും കാര്യങ്ങളുമായി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഞങ്ങൾ വയനാട് ജില്ലയിൽ കളർ വേൾഡ് പെയിൻറ്റ്സ് ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോൾഡ.